yo, push the tempo. Okay, here we go. ബെനഡിക്ട് 16 മാർപ്പാപ്പ 2012 ഒക്ടോബർ 11 മുതൽ 2013 നവംബർ 24 വരെ കത്തോലിക്ക സഭ വിശ്വാസവർഷം ആചരിക്കുന്നതായി ലോകത്തോട് പ്രഖ്യാപിച്ചു. ഇവിടെ നമ്മുടെ വിശ്വാസത്തെ തിരിച്ചറിയാം, അതിൽ ജീവിക്കാം, ഈ ലോകത്തോട് പ്രഘോഷിക്കാം. ചേട്ടാ, വിശ്വാസം എന്ന് പറഞ്ഞാൽ എന്താ ഒന്ന് പറയാവോ? ശ്വാസമില്ലാതെ വെള്ളത്തിൽ കിടക്കാൻ ഭയങ്കര പാടാണ്. അതുപോലെ ദൈവമില്ലാതെ ജീവിക്കാനും ഭയങ്കര പാടാണ്. ദൈവത്തെ വിശ്വസിക്കുക എന്നതിൻ്റെ അർത്ഥം യേശുവിനെ സ്വീകരിക്കുകയും ജീവിതം മുഴുവനും അവിടുന്ന് ഉറപ്പിച്ചു നിർത്തുകയും ചെയ്യുക എന്നതാണ്. മോളെ, വിശ്വാസം എന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ പ്രാർത്ഥിച്ചാൽ ദൈവം എന്തും തരും എന്നൊരു ധാരണ, അതാണല്ലോ വിശ്വാസം. വിശ്വാസം എന്ന് പറഞ്ഞാൽ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിലും വിശ്വസിക്കുക, ദൈവം യേശുക്രിസ്തു ദൈവത്തിന്റെ മകനാണെന്ന് വിശ്വസിക്കുക, അതൊക്കെയാണ് വിശ്വാസം. അത് ഒരു ഏത് ആയാലും അതിനെ പറ്റിയുള്ള പൂർണ്ണമായ ഉറപ്പായ വിശ്വാസം. വണ്ടി ഓടിക്കാൻ പഠിച്ചത് ഇപ്പോഴാ. പേടിയുണ്ട്, പുണ്യാളാന്ന് വിളിച്ച് വണ്ടി തന്നെ എടുക്കും. വിശ്വാസം അതല്ലേ അല്ല. നമ്മൾ വിശ്വസിച്ചാണ് പാസഞ്ചർ വണ്ടി കയറുന്നത്, നമ്മൾ ദൈവത്തിലും, പിന്നെ ദൈവത്തോട് പറഞ്ഞിട്ട് അങ്ങോട്ട് പോവാ. ചേട്ടാ, ഈ വിശ്വാസം പറഞ്ഞെന്താ? ജീവിക്കുന്ന ദൈവത്തിന്റെ സാന്നിധ്യം പലപ്പോഴും ഞാൻ ഈ ഓപ്പറേഷൻ തിയേറ്ററിൽ അനുഭവിച്ചറിഞ്ഞിട്ടുണ്ട്. വെളിച്ചം വീണ പൊന്നു തിളങ്ങും. ദൈവവിശ്വാസം ഉണ്ടെങ്കിൽ നമ്മുടെ ജീവിതവും തിളങ്ങും. നമ്മളിലൊരു വിശ്വാസം എപ്പോഴും വേണമല്ലോ. ദൈവത്തോടുള്ള അടുപ്പം, വിശ്വാസം. വിശ്വാസം എന്ന് പറഞ്ഞാൽ എന്താ? വിശ്വാസം അറിവും വിശ്വസിച്ച് ആശ്രയിക്കലുമാണ്. രാവിലെ തുടങ്ങി രാത്രി വരെ നമുക്ക് നല്ല പണിയാ. എന്റെ ദൈവത്തിലും എന്റെ കുടുംബത്തിലുമുള്ള വിശ്വാസം, ആ വിശ്വാസമാണ് എന്നെ മുന്നോട്ട് നയിക്കുന്നത്. എന്താ വിശ്വാസോ? വിശ്വാസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചേട്ടാ ബ്ലോക്ക് മാറി, ഞാൻ പോയിക്കോട്ടെ. ഞാൻ ഇനിയും ഓടും, ഞാൻ ജയിക്കും. എൻ്റെ ഈശോയിലും എൻ്റെ കഴിവിലും എനിക്ക് നല്ല വിശ്വാസമുണ്ട്. ഈ കാണുന്ന വെള്ളത്തിലും മോളത്തെ ദൈവത്തിലും ഞങ്ങൾക്ക് വിശ്വാസമാണ്. പ്രത്യാശിക്കപ്പെടുന്നവയുടെ സത്തയാണ്
കണ്ടിട്ടില്ലാത്തവയുടെ തെളിവാണ് വിശ്വാസം. ഈശോമിശിഹായെ കാണുകയും കേൾക്കുകയും സ്പർശിക്കുകയും ചെയ്ത 12 അപ്പസ്തോലന്മാർ പെന്തക്കോസ്താ നാളിൽ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വന്നതോടുകൂടി അവരുടെ വിശ്വാസത്തിൽ സ്ഥിരീകരിക്കപ്പെട്ടു. അവർ ആത്മാവ് നൽകിയ ശക്തിയോടെ കർത്താവായ യേശു ക്രിസ്തുവിനെ പ്രഘോഷിച്ചു. ആ പ്രഘോഷണം കേട്ടവർ കർത്താവിൽ വിശ്വസിച്ച് ജ്ഞാനസ്നാനം സ്വീകരിച്ചു. ആദ്യം 3000-ഓളം പേർ, പിന്നീട് ആയിരങ്ങളായിട്ടുള്ള സമൂഹങ്ങൾ വിശ്വാസത്തിലേക്ക് കടന്നു വന്നു. അതിനുശേഷം ഓരോ പ്രദേശത്തും ക്രിസ്തുവിൽ വിശ്വസിച്ചവരുടെ സമൂഹങ്ങൾ സഭയായി രൂപവൽക്കരിക്കപ്പെട്ടു. എന്നാൽ ഇപ്രകാരമുള്ള ക്രിസ്തുവിലുള്ള വിശ്വാസത്തിലെ വളർച്ചയിൽ വരുന്ന പ്രതിബന്ധങ്ങൾ നേരിടുമ്പോൾ വിശ്വാസത്തിന് വേണ്ടി തങ്ങളുടെ ജീവൻ കൊടുക്കുന്നവരെയാണ് നമ്മൾ, അല്ലെങ്കിൽ സഭയിൽ രക്തസാക്ഷികളെന്ന് വിളിക്കുന്നവർ. യേശുക്രിസ്തു തന്റെ രക്തം വിലയായി നൽകി സ്ഥാപിച്ച തിരുസഭ അനേകം വിശ്വാസികളുടെ രക്തം വീണ മണ്ണിൽ തഴച്ചു വളർന്നു. വിശുദ്ധ സ്തെഫാനോസ് മുതൽ അനേകായിരങ്ങൾ സഭയ്ക്ക് വേണ്ടി രക്തസാക്ഷികളായി മാറി. കൊളോസിയത്തിൽ ആയിരക്കണക്കിന് ക്രിസ്ത്യാനികൾ തങ്ങളുടെ ജീവൻ നൽകി. തിന്മയുടെ ശക്തികൾ ക്രൈസ്തവ വിശ്വാസത്തെ വേട്ടയാടിയപ്പോഴെല്ലാം ക്രിസ്ത്യാനികൾ ചുടുനിണം ചിന്തി. ഇന്നും നമ്മുടെ രാജ്യത്ത് പോലും സിസ്റ്റർ റാണി മരിയെ പോലെ അനേകർ തങ്ങളുടെ വിശ്വാസത്തിനായി രക്തസാക്ഷികളാകുന്നു. ഇവരെ പോലെയുള്ള അനേകം വിശ്വാസികളുടെ ത്യാഗങ്ങളിലൂടെയും പ്രാർത്ഥനകളിലൂടെയും സഭ വളർന്നു. ഇന്ന് 120 കോടിയിലേറെ വിശ്വാസികൾ സഭയിലുണ്ട്. 5104 മെത്രാന്മാരും 4,12,236 വൈദികരും 7,21,995 കന്യാസ്ത്രീകളും സഭയെ നയിക്കുന്നു. 10,000-ലേറെ വിശുദ്ധന്മാർ നമുക്കുണ്ട്. ലോകം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നു കത്തോലിക്ക സഭ. തെക്കേ അമേരിക്കയിൽ ജനസംഖ്യയുടെ 39% കത്തോലിക്കരാണ്. യൂറോപ്പിലത് 24%. ആഫ്രിക്കയിൽ 16% കത്തോലിക്ക വിശ്വാസികളുണ്ട്. ഏഷ്യയിൽ 12%, വടക്കേ അമേരിക്കയിൽ 8%, വടക്കേ ആഫ്രിക്കയിൽ 1%. ഈ വലിയ കത്തോലിക്ക സഭയിലെ അംഗമാണ് നമ്മളെന്ന് അഭിമാനിക്കുമ്പോഴും യഥാർത്ഥത്തിൽ ഈ വിശ്വാസത്തിൽ നാം ജീവിക്കുന്നുണ്ടോ? ജോസേ, പള്ളി പോടാ, ഇന്ന് ഞായറാഴ്ചയല്ലേ? പിന്നെ പള്ളി ഭയങ്കര ബോറടിയാണ്. കുടുംബ പ്രാർത്ഥന ഞാൻ ജോലി കഴിയുമ്പോൾ തന്നെ 8 മണി. പിന്നെ ഭാര്യ വൈകിട്ട് 5:30 മണിക്ക് സീരിയൽ തുടങ്ങിയാൽ 10 മണിയാവും. പിന്നെ ഭക്ഷണം കഴിച്ച് ഉറങ്ങാനേ നേരമുള്ളൂ. വൈകുന്നേരം 7 വരെ എനിക്ക് ട്യൂഷൻ ഉണ്ട്. അതിനുശേഷം എനിക്കാണെങ്കിൽ എൻ്റെ ഹോംവർക്ക്സ്, നാളത്തെ പ്രോജക്ട്സ് എല്ലാം ചെയ്യണം. അത് നേരം വെളുത്താലും അത് തീരില്ല. പിന്നെ പ്രാർത്ഥിക്കാൻ എവിടെ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. ഇത് എൻ്റെ ഡാഡിയാണ് തോമസ്. ഇതെൻ്റെ മമ്മിയാണ് മിനി. ഇവർക്ക് രണ്ടുപേർക്കും സംസാരിക്കുവാനോ കേൾക്കുവാനോ സാധിക്കില്ല. വിശ്വാസമൊക്കെ ശരിയല്ലേ? കുറെ കാശ് മുടക്കിയാണ് ഈ സാധനങ്ങൾ മുഴുവൻ മേടിച്ചിട്ടാണ്. ഈസ്റ്ററിന് പോലും പള്ളിയിൽ പോകാൻ പറ്റില്ല. പിന്നെയാണ് വിശ്വാസം. എന്തേ പറയുന്നത്? ദിവസവും പോകും ഞാൻ കുർബാനയ്ക്ക്. ദിവസവും പോകും. മിക്കവാറും ആളുകൾക്ക് വളരെ അജ്ഞാതമായ ഒരു ജോലിയാണ് എൻ്റെ ജോലി, എഡിറ്റിംഗ്. തീർച്ചയായിട്ടും വളരെയധികം ടെൻഷനും വളരെ കോൺസെൻട്രേഷനും ആവശ്യമുള്ള ഒരു ജോലിയാണ്. അപ്പോൾ
തീർച്ചയായിട്ടും പ്രാർത്ഥനയുടെ ഒരു സഹായം എനിക്ക് വളരെ ഉണ്ടാകാറുണ്ട്. പ്രാർത്ഥനയുടെ ഒരു സപ്പോർട്ട്. മിക്കവാറും എല്ലാ ദിവസവും തന്നെ ഞാൻ ദിവ്യബലി പങ്കെടുക്കാൻ പോകാറുണ്ട്. ദിവ്യബലി പങ്കെടുക്കുന്നത് ഒരു വളരെ സപ്പോർട്ടീവായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പ്രത്യേകിച്ച് ഞായറാഴ്ചകളിൽ പൊതുവേ ഞാൻ 9 മണി വരെ ഒരു കാരണവശാലും ഞാൻ ജോലിക്ക് അവൈലബിൾ അല്ലെന്ന് എന്നെ അടുത്ത് അറിയുന്ന എല്ലാ സിനിമാക്കാർക്കും അറിയാവുന്നതാണ്. പിന്നെ പലപ്പോഴും ഞാൻ ചിന്തിക്കാറുള്ള വേറൊരു കാര്യമുണ്ട്. എൻ്റെ സഹപ്രവർത്തകരെ സംവിധായകർ അവർക്ക് ദിവസം പള്ളിയിൽ പോകാൻ കുർബാന പങ്കെടുക്കാൻ സാധിക്കാത്തവരുണ്ട്. ഞായറാഴ്ചകളിൽ കുർബാന പങ്കെടുക്കാൻ സാധിക്കില്ല. ഇപ്പോൾ ഷൂട്ടിംഗ് സമയത്തൊക്കെ സംവിധായകരെയൊക്കെ സംബന്ധിച്ചുള്ള ഷൂട്ടിംഗ് സമയത്ത് ഒരു ദിവ്യബലി പങ്കെടുക്കാൻ പോകണമെന്ന് പറഞ്ഞാൽ അവർക്ക് വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാൻ മിക്കവാറും ദിവ്യബലി പങ്കെടുക്കാൻ പോകുന്നത് അവർക്കും കൂടെ വേണ്ടിയിട്ടാണ്. കൊന്തയിൽ നിന്ന് എൻ്റെ ഒരു ഹോബിയാണ്. ജോലി ചെയ്യുന്ന സമയത്ത് എൻ്റെ മാതാവ് എൻ്റെ പുറകിൽ വന്ന് ചെവി പറയും, എടാ അങ്ങനെയല്ല ഇങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞൊന്ന് എന്നോട് ചെയ്യിക്കാവുന്നതാണ്. സത്യം അത് തന്നെയാണ് സംഭവിക്കാറുള്ളത്. നിങ്ങളുടെ സമ്പത്ത് വിറ്റ് ദാനം ചെയ്യുവിൻ. പഴകിപ്പോകാത്ത പണസഞ്ചികൾ കരുതി വയ്ക്കുവിൻ. ഒടുങ്ങാത്ത നിക്ഷേപം സ്വർഗത്തിൽ സംഭരിച്ചു വയ്ക്കുവിൻ. അവിടെ കള്ളന്മാർ കടന്നു വരികയോ ചിതൽ നശിപ്പിക്കുകയോ ഇല്ല. നിന്റെ നിക്ഷേപം എവിടെയോ അവിടെ നിന്റെ ഹൃദയവും. അത് ഈ ഞായറാഴ്ച കുർബാന എന്നൊക്കെ പറയുമ്പോൾ ഞങ്ങൾക്ക് ഈ എൻട്രൻസ് എക്സാം ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ ഒത്തിരി പഠിക്കാനുണ്ട് ഈ ഞായറാഴ്ച. പോരാത്തന്നെ ഈ ഞായറാഴ്ച കുർബാന ഭയങ്കര ബോറിംഗ് ആണ്. ഞാനിപ്പോൾ ഒരു കോളേജ് അധ്യാപകനായി വർക്ക് ചെയ്യുന്നു. അങ്കമാലിയിലുള്ള ഫിസാറ്റ് ബിസിനസ് സ്കൂളിൽ MBA ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യുന്നു. കഴിഞ്ഞ 1 വർഷം മുമ്പ് എനിക്ക് കൊമേഴ്സിൽ ഡോക്ടറേറ്റ് ലഭിക്കുകയുണ്ടായി. അപ്പോൾ ഇതെല്ലാം എൻ്റെ തിരക്കുകൾക്കിടയിൽ പോലും ഒരിക്കൽ പോലും എനിക്ക് ആരാധനക്രമത്തിൽ നിന്ന് മാറി നിൽക്കേണ്ടി വന്നിട്ടില്ല. ഗാന ശുശ്രൂഷയിൽ നിന്ന് മാറി നിൽക്കേണ്ടി വന്നിട്ടില്ല. ഇതിനെല്ലാം ദൈവം നൽകിയ പ്രതിഫലമാണ് എൻ്റെ ഓരോ നേട്ടങ്ങളെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇന്നത്തെ കുട്ടികൾ നോക്കുമ്പോൾ അവർക്ക് എങ്ങനെയെങ്കിലും ചിലപ്പോൾ വേദോപദേശത്തിനെത്താതെ സുഖകരമായ രീതിയിൽ TV കണ്ട് അല്ലെങ്കിൽ പഠനത്തിൻ്റെ കാര്യത്തിൽ മാത്രം ശ്രദ്ധിച്ച് പോവുക എന്നുള്ള രീതി പൊതുവേ കാണാറുണ്ട്. ഞാൻ കഴിഞ്ഞ കുറേ വർഷങ്ങളായി യുവജനങ്ങളെ കോളേജിൽ കാണുകയും പുറത്ത് കാണുകയും ചെയ്യുന്ന ഒരാളെന്നുള്ള രീതിയിൽ കുട്ടികളുടെ ജീവിതത്തിൽ കൃത്യമായി പ്രതിബദ്ധതയോടുകൂടെ വേദോപദേശത്തിന് എത്തുക എന്നുള്ളത് പ്രധാനപ്പെട്ടതാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ എൻ്റെ മക്കൾ, എനിക്ക് 3 പേരാണ്. കുട്ടികൾ അവർ എന്ത് വന്നാലും അത് വീട്ടിൽ ബന്ധുക്കളുടെ വീട്ടിൽ കല്യാണം ഉണ്ടാകുമായിരിക്കാം, വേറെ എവിടെയെങ്കിലും പെരുന്നാൾ ഉണ്ടാകുമായിരിക്കാം, എന്തുണ്ടായാലും യാതൊരു കാരണവശാലും കാറ്റക്കിസം മിസ് ചെയ്യരുത് എന്നുള്ളൊരു നിർബന്ധം എന്നും എൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാനും വളരെയധികം സാക്രിഫൈസ് എടുത്തിട്ടുണ്ട്. പക്ഷേ ആ സാക്രിഫൈസ് കഴിഞ്ഞ വർഷങ്ങൾ തിരിഞ്ഞു നോക്കുമ്പോൾ അവർ പ്രതിബദ്ധതയോടുകൂടെ കാറ്റക്കിസത്തിന് എത്തുക എന്ന് മാത്രമല്ല, അവരുടെ ജീവിതത്തിൽ ചില മൂല്യങ്ങൾ സ്വീകരിക്കാനും സഭയെ സ്നേഹിക്കാനും അവർക്ക് സാധിക്കുകയും ചെയ്തിട്ടുണ്ട്. എൻ്റെ ചെറുപ്പകാലത്ത് ഞങ്ങളുടെ നാട്ടിൽ വേദോപദേശം എന്നാണ് പറഞ്ഞിരുന്നത്. വേദം ഉപദേശിച്ചു തരിക. നമ്മൾ പള്ളിയിൽ കുർബാനയ്ക്ക് പോകുന്നു, കുർബാനയിലും ഭക്താർമ്മങ്ങളിലൊക്കെ പങ്കെടുക്കുന്നു. പക്ഷേ യഥാർത്ഥത്തിലുള്ള വേദം എന്താണെന്ന് പഠിച്ചിരുന്ന മതബോധന ക്ലാസ്സുകളിൽ നിന്നാണ്. ആ പഠനമാണ് യഥാർത്ഥത്തിൽ പിന്നീട് നമുക്ക് ദൈവത്തെക്കുറിച്ചുള്ള ചിന്തയിലും ദൈവത്തെക്കുറിച്ചുള്ള ചിന്തയിൽ, ദൈവത്തെക്കുറിച്ചുള്ള പഠനത്തിൽ ആത്മീയമായ ആഴങ്ങളിലേക്കൊക്കെ പോകാനായിട്ട് എന്നെ ഒത്തിരി സഹായിച്ചത്. ദൈവത്തെ സ്നേഹിക്കുക എന്നുള്ളത് ദൈവത്തിൽ വിശ്വസിക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. അങ്ങനെ ദൈവത്തെ അറിഞ്ഞ് സ്നേഹിച്ചത് വഴിയായിട്ട് ദൈവം നമ്മുടെ അനുദിന ജീവിതത്തിൽ നമ്മോട് ഒത്തു വസിക്കുന്നവനും കൂടെ ജീവിക്കുന്നവനും കൂടെ നടക്കുന്നവനും കൂടെ ചിന്തയിലും ബുദ്ധിയിലും ഭാവനയിലും വിചാരത്തിലും വികാരത്തിലും ഒക്കെ നമ്മളോടൊപ്പം ഉള്ളവനാണ് എന്നുള്ള ഒരു ശക്തവും വ്യക്തവുമായ ബോധ്യം എനിക്ക് എൻ്റെ വിശ്വാസത്തിൻ്റെ ഭാഗമായി എനിക്ക് ലഭിച്ചിട്ടുണ്ട്. ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവായ ദൈവത്തിൽ നമ്മൾ വിശ്വസിക്കുന്ന പോലെ ഞാനും കൂടുതലായിട്ട് ആ സൃഷ്ടാവിൽ വിശ്വസിക്കുന്നു. കാരണം ആ ഒരു ദൈവവിശ്വാസം ഉള്ളതുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ ഈ നിലയിലെത്തിയിരിക്കുന്നത്. സിനിമയിൽ എൻ്റെ ജോലി കലാസംവിധാനം എന്നുള്ളതാണ്. ഞാൻ ചില സമയങ്ങളിൽ പാഴായി കിടക്കുന്ന വസ്തുക്കളിൽ നിന്നും ചില വളരെ രസകരമായ സെറ്റുകൾ ഒരുക്കുകയോ അല്ലെങ്കിൽ പശ്ചാത്തലം ഒരുക്കുകയോ ചെയ്യാം. ഇത് ഞാൻ ചെയ്യുമ്പോൾ എനിക്കുണ്ടാകുന്നൊരു വിശ്വാസമാണ്. ഇത് വെച്ച് ചെയ്തു കഴിഞ്ഞാൽ വളരെ ഭംഗിയായി തീരുമെന്നുള്ള എൻ്റെ വിശ്വാസം. ഈ വിശ്വാസം എനിക്ക് ലഭിക്കുന്നത് എൻ്റെ ദൈവത്തിൽ നിന്നാണ്. ഫെയ്ത്ത് എന്ന് പറയുന്നത് എൻ്റെ ജീവിതത്തിൽ വലിയൊരു ഭാഗമായിട്ടാണ് ഞാൻ എപ്പോഴും കാണുന്നത്. കാരണം ഞാനും ദൈവമായിട്ടുള്ള അടുപ്പം എനിക്ക് ദൈവത്തിന് ഇതുവരെയായിട്ടും നേരിട്ട് എൻ്റെ കണ്ണുകൊണ്ട് കാണാൻ പറ്റിയിട്ടില്ല. പക്ഷേ പല രീതിയിലും എൻ്റെ വിശ്വാസം എനിക്ക് ഭയങ്കരമായിട്ടുണ്ട്. ചിലപ്പോൾ എൻ്റെ മ്യൂസിക്കിൽ കൂടെയും അല്ലെങ്കിൽ ഞാൻ പല വ്യക്തികൾ കൂടെയും അത് കാണാൻ പറ്റാറുണ്ട്. സോ ആ ഒരു ഫെയ്ത്ത് എനിക്ക് നല്ല സ്ട്രോങ് ആയിട്ടുണ്ട്.
പിന്നെ എൻ്റെ ലൈഫ് എപ്പോഴും ഇങ്ങനെ തിരക്കിൻ്റെ ഉള്ളിൽ ഞാനിങ്ങനെയൊന്നും പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. എനിക്ക് ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല മ്യൂസിക് എന്നെ ഈ ഒരു രീതിയിലേക്ക് എന്നെ കൊണ്ടുപോകുന്നുള്ളത്. പക്ഷേ എനിക്കൊരു ഫെയ്ത്ത് ഉണ്ടാകുന്ന വെച്ചാൽ ഗോഡ് ഹാസ് എ പേർപ്പസ് ഓൺ മീ. ആ ഒരു തോന്നൽ എനിക്ക് വളരെ മുമ്പ് തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് മ്യൂസിക്കാണെന്ന് എനിക്ക് തിരിച്ചറിയാൻ കുറച്ച് കഴിഞ്ഞിട്ടാണ് കഴിഞ്ഞത്, മേ ബി ആഫ്റ്റർ ടീനേജ്. പക്ഷേ ആ ഒരു വിശ്വാസമാണ് എന്നെ ഇത്രയും ഈ ഒരു ലെവലിലേക്ക് എന്നെ കൊണ്ടെത്തിച്ചത്. സോ എനിക്ക് എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ എവറിത്തിങ് ഈസ് ബിക്കോസ് ഓഫ് ഗോഡ് ആൻഡ് I want to be very strong in my faith in the future also. യേശുക്രിസ്തുവിനെ ജീവിതത്തിൽ പ്രതിഫലിപ്പിക്കുന്നവരാണ് ക്രിസ്ത്യാനികൾ. അതുകൊണ്ട് തന്നെ ഓരോ ക്രിസ്ത്യാനിയും മിഷണറിയാണ്. ഇന്ത്യയിൽ വളരെ ദുർഘടമായ സാഹചര്യങ്ങളിലും നമ്മുടെ മിഷണറിമാർ അനേകരുടെ ജീവിതത്തിലേക്ക് കർത്താവിൻ്റെ വെളിച്ചം പകർന്നു കൊടുക്കുന്നു. മിഷൻ പ്രവർത്തനം ഓരോ ക്രിസ്ത്യാനിയുടെയും ധർമ്മമല്ലേ? നമ്മൾ ഓരോരുത്തരും മിഷണറി ആകേണ്ടവരല്ലേ? മിഷൻ പ്രവർത്തനോ ഇതൊക്കെ നമുക്ക് പറ്റിയ പണിയായിട്ടാ. അതൊക്കെ അച്ഛന്മാർക്കും കന്യാസികൾക്കൊക്കെ പറ്റുന്ന പണിയാണ്. നമുക്ക് കുടുംബവും ഭാര്യ, നമ്മൾ ഈ പണിയൊക്കെ എടുത്ത് ജീവിക്കുന്ന കുടുംബമുണ്ട്, കുഞ്ഞുങ്ങളുണ്ട്, അവരെയൊക്കെ പോറ്റണം. വിശുദ്ധ കുർബാനയിൽ പങ്കുകൊള്ളുന്ന മുതിർന്ന കത്തോലിക്ക വിശ്വാസികളുടെ എണ്ണം 32% ആളുകൾ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും കുർബാനയിൽ പങ്കുകൊള്ളുമ്പോൾ 68% പേരും ഞായറാഴ്ച കുർബാനയിൽ പോലും സ്ഥിരമായി പങ്കെടുക്കാറില്ല. La prima lettura è il movimento nel cammino, la seconda lettura è il movimento nell'edificazione della Chiesa. നമ്മുടെ വിശ്വാസ ജീവിതം ഒരു യാത്രയാണ്. നമ്മുടെ വിശ്വാസ ജീവിതയാത്രയിലെ ചലനത്തിൻ്റെ ഭാഗങ്ങളാണ് യാത്ര ചെയ്യുക, കെട്ടിപ്പടുക്കുക, ഏറ്റുപറയുക. നമുക്കാവശ്യമുള്ളിടത്തോളം നടക്കാം, നമുക്കൊട്ടേറെ കാര്യങ്ങൾ കെട്ടിപ്പടുക്കാം. എന്നാൽ നാം യേശു ക്രിസ്തുവിനെ ഏറ്റുപറയുന്നില്ലെങ്കിൽ കാര്യങ്ങൾ കുഴപ്പത്തിലാകും. എപ്പോഴും ദൈവ തിരുമുമ്പിൽ കർത്താവിൻ്റെ പ്രകാശത്തിൽ യാത്ര ചെയ്യുക. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, എൻ്റെ ഏറ്റവും എളിയ ഈ സഹോദരന്മാരിൽ ഒരുവന് നിങ്ങളിത് ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തു തന്നത്. Joy. That is the mystery of love. ക്രിസ്ത്യാനിയുടെ ജീവിതം സാക്ഷ്യത്തിൻ്റെ ജീവിതമാണ്. സാക്ഷ്യമുള്ളിടത്ത് പ്രഘോഷണമുണ്ട്. ഈശോ പറയുന്നു, നിങ്ങളുടെ കയ്യിൽ എന്തുണ്ട് അത് കൊണ്ടുപോവാ, ഐ ഷൽ ഗീവ്. വചനം പ്രഘോഷിക്കാൻ എൻ്റെ കയ്യിൽ, എൻ്റെ മനസ്സിൽ ഒന്നുമില്ല എന്നോർത്ത് ആരും ആകുലപ്പെടണ്ട. എൻ്റെ പേര് പീറ്റർ, റോസറി ഡിവൈൻ ചാരിറ്റബിൾ ട്രസ്റ്റ് പ്രസിഡന്റ്. 5 ഹോസ്പിറ്റലായിട്ട് ഡെയിലി 3000 പേർക്ക് ഭക്ഷണം കൊടുക്കാൻ സാധിക്കുന്നുണ്ടെന്ന്. അത് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ വിശ്വാസം എന്ന പ്രവൃത്തിയിലൂടെയാണ് ഞങ്ങൾക്കത് ചെയ്യാൻ സാധിക്കുന്നത്. കഴിഞ്ഞ 20 വർഷമായി ഞാൻ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യുകയാണ്. ഈ ഡിപ്പാർട്ട്മെൻറ്റിൽ എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ജോലി നീതിയോടുകൂടി നിർവഹിക്കുന്നത് വഴിയാണ് ഞാൻ എൻ്റെ ദൈവത്തിലുള്ള വിശ്വാസം ഞാൻ എൻ്റെ സമൂഹത്തിൻ്റെ മുമ്പിൽ പ്രഘോഷിക്കുന്നത്. ഈ ലോകത്തിൽ യേശുവിൻ്റെ കരങ്ങളാണ് ഞാൻ എന്ന ബോധ്യമാണ് എൻ്റെ എല്ലാ പ്രവർത്തനങ്ങളുടെയും പിൻബലം. സംബന്ധിച്ച് വിശ്വാസം എന്ന് പറയുന്നത് ശ്വാസം പോലെയാണ്. ശരിക്കും ജീവന് ശ്വാസം എങ്ങനെയാണോ അതുപോലെയാണ്. അതാണ് വിശ്വാസമാണ് ശരിക്കുള്ള ആത്മീയ ജീവൻ, അല്ലെങ്കിൽ ഒരു മനുഷ്യൻ്റെ ആകത്തുകയുള്ള ജീവിതത്തെ നിലനിർത്തുന്നത്.
എനിക്ക് തോന്നുന്നു യേശുവിലുള്ള വിശ്വാസമാണ് എൻ്റെ ജീവിതത്തെയും ജീവനും നിലനിർത്തുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതൊരു ഉയർപ്പിലുള്ള വിശ്വാസമാണ്. എപ്പോൾ മരിച്ചാലും ഉയർത്തെഴുന്നേൽക്കുന്ന മനുഷ്യന് പ്രതീക്ഷ നൽകുന്ന ഒരു വിശ്വാസം. ശാസ്ത്രത്തെ സംബന്ധിച്ചിടത്തോളം മനുഷ്യനെന്ന് പറഞ്ഞാൽ ഒരു കൂട്ടം കെമിക്കൽ റിയാക്ഷൻസാണ്. എന്നാൽ അതിൻ്റെ എല്ലാം പിന്നിലുള്ളത് ദൈവമാണെന്ന് ഞാൻ മനസ്സിലാക്കിയപ്പോൾ ദൈവത്തെ തേടി ഞാൻ യാത്ര ആരംഭിച്ചു. അമേരിക്കയിലെ ഓക്രിഡ്ജ് നാഷണൽ ലബോറട്ടറിയിൽ ഗവേഷണം നടത്തിക്കൊണ്ടിരുന്നപ്പോൾ എനിക്ക് വളരെയധികം ഇൻ്റലക്ച്വൽ സാറ്റിസ്ഫാക്ഷൻ ഉണ്ടായിരുന്നു. എന്നാൽ അതിനേക്കാൾ കൂടുതൽ ആത്മീയ സന്തോഷം ഞാൻ ഇന്ന് സെമിനാരിയിൽ അനുഭവിക്കുന്നു. എൻ്റെ ജീവിതത്തിൽ വളരെ ക്രൂഷ്യലായിട്ടുള്ള പല സന്ദർഭങ്ങളും ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് വർക്കായിട്ട് റിലേറ്റഡ് ആയിട്ട് പറയുകയാണെങ്കിൽ ഡെഡ് ലൈനിൽ വർക്ക് ചെയ്യേണ്ടത്, പ്രത്യേകിച്ച് വളരെ ഇമ്മീഡിയറ്റ് ആയിട്ട് വർക്ക് തീർക്കേണ്ടി വരുമ്പോൾ ഡേ ആൻഡ് നൈറ്റ് വർക്ക് ചെയ്യേണ്ടി വരുന്ന സിറ്റുവേഷൻസ്. പിന്നെ ചില ട്രിപ്പുകൾ, ഫോർ എക്സാമ്പിൾ റഹ്മാൻ സാറിൻ്റെ കൂടെ US കാനഡ ട്രിപ്പ് പോയ സമയമൊക്കെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു വൈകുന്നേരം പ്രാക്ടീസ് തുടങ്ങി ഒരു പുലർച്ചെ 3 മണി വരെയൊക്കെ പ്രാക്ടീസ് പോയ സമയങ്ങളുണ്ട്. പക്ഷേ അത് കഴിഞ്ഞ് എങ്ങനെയെങ്കിലും ഹോട്ടലിൽ എത്തിയാൽ മതി എന്ന് വിചാരിച്ചാണ് എല്ലാവരും വരുന്നത്. പക്ഷേ രാവിലെ എഴുന്നേറ്റിട്ട് എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോകണമെന്നുള്ള ഒരു തീരുമാനം, കർത്താവിൻ്റെ മുമ്പിലെടുത്ത തീരുമാനം നിർവഹിക്കാൻ വേണ്ടി രാവിലെ എഴുന്നേറ്റ് ഞാൻ കുർബാനയ്ക്ക് പോകുമായിരുന്നു. അവിടെ ആയിരുന്ന സമയത്ത് അവിടെ പല സ്ഥലത്തും സ്ഥലം പോലും കൃത്യമായിട്ട് അറിയില്ല. അപ്പോൾ ടാക്സി എടുത്ത് വെർ ഇസ് ദ നെക്സ്റ്റ് ദ കാത്തലിക് ചർച്ച് നിയർ ബൈ എന്ന് പറഞ്ഞ് ചോദിച്ചൊക്കെ വഴിയൊക്കെ ചോദിച്ച് അവിടെ പോവുകയും തിരിച്ചു വരികയൊക്കെ ചെയ്തപ്പോൾ പലരും എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്, ഇത്രയും ക്ഷീണിച്ചിരിക്കുന്ന സമയത്ത് എന്തിനാണ് എഴുന്നേറ്റ് രാവിലെ പള്ളിയിൽ പോകുന്നത്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ആ ഒരു ട്രിപ്പ് അവസാനിച്ചപ്പോഴത്തേക്കും ഓൾമോസ്റ്റ് ഞങ്ങളുടെ ഗ്രൂപ്പിലെ എല്ലാവരോടും എൻ്റെ ഒരു അനുഭവം ഷെയർ ചെയ്യാനായിട്ട് ദൈവം അതൊരു അവസരം ഒരുക്കി. വചനം പ്രഘോഷിക്കുക ഒരു ക്രിസ്തു ശിഷ്യൻ്റെ ഏറ്റവും വലിയ ഉത്തരവാദിത്വമാണെന്ന് മനസ്സിലാക്കുക. അതിൽ ജീവിക്കാനും അത് അനുവർത്തിക്കാനും ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കുക. വചനപ്രഘോഷണം അച്ഛനെ പോലെയോ അല്ലെങ്കിൽ മറ്റാരെയെങ്കിലും പോലെയോ ചിലരുടെ മാത്രം ഉത്തരവാദിത്വമല്ല. ഈച്ച് ആൻഡ് എവരി ക്രിസ്ത്യൻ എന്ന് പറയുമ്പോൾ ക്രിസ്തുവിനെ അറിഞ്ഞ ഏതൊരുത്തനും അത് ചെയ്യാൻ കടപ്പെട്ടവനാണ്. എല്ലാവർക്കും അതിനുള്ള കൃപ കിട്ടട്ടെ, പ്രാർത്ഥിക്കണം. വിശ്വാസം എന്നത് ദൈവവുമായിട്ട് സ്നേഹത്തിൻ്റെ പ്രണയത്തിലാകുന്നതാണ്. നമ്മുടെ ഈ കലാശില്പത്തിൽ കാണുന്നത് പോലെ തന്നെ എന്നെ താങ്ങിക്കൊണ്ട് നടക്കുന്നവനായ ദൈവത്തിൽ അനന്തമായ ആശ്രയം അർപ്പിക്കുന്നതാണ് വിശ്വാസം. ആ വിശ്വാസയാത്രയിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും വരുവാൻ സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്, ആഗ്രഹിക്കുകയാണ്. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്നു. പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളത്തിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടുന്ന് മരിച്ചവരെയും ജീവിക്കുന്നവരെയും വിധിക്കാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു.
ആമേൻ. 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 ആമേൻ.